പോസിറ്റീവിൽ നിന്ന് നമുക്ക് രണ്ട് അതിഥികളാണുള്ളത്. ശംഭു പുരുഷോത്തമൻ സംവിധാനം ചെയ്ത് ഈയിടെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ചിത്രമാണ് വെടിവഴിപാട്. ഈ ചിത്രത്തിൽ രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അഭിനേത്രി അഞ്ജന ഹരിദാസ്, അതോടൊപ്പം സിനിമ നാടക രംഗത്ത് സജീവമായുള്ള സാമൂഹ്യ സാംസ്കാരിക രംഗത്തും വളരെ സജീവമായിട്ടുള്ള പാർവതി ചേച്ചി എന്നിവരാണ് നമ്മളുടെ അതിഥികൾ. സ്വാഗതം ചേച്ചി. ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട്, സിനിമ വരുന്നതിന് മുൻപും വന്നതിന് ശേഷം, ആദ്യം നമ്മൾ കേട്ടു ഇത് പൊങ്കാലയ്ക്ക് വരുന്നുണ്ട്, എന്തോ ഹിന്ദു വിരുദ്ധമാണെന്ന് കേട്ടു, പിന്നെ സ്ത്രീ വിരുദ്ധമാണെന്ന് കേൾക്കുന്നു, പിന്നെ ഒരുപാട് സ്ത്രീകൾ തിയേറ്ററിലോട്ട് അങ്ങനെ പോകുന്നില്ല എന്നുമാണ് കേൾക്കുന്നത്. എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? സ്ത്രീകൾ പോകുന്നില്ല എന്നല്ല, ഇത്രയും കാലത്തെ നമ്മുടെ ഒരു കാഴ്ചയുടെ ശീലം, ഒരു ദൃശ്യശീലം എന്ന് പറയുന്നത് എ സർട്ടിഫിക്കറ്റുള്ള സിനിമ എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ കാമനകളെ അല്ലെങ്കിൽ പുരുഷൻ്റെ ചോദനകളെ പ്രകോപിപ്പിക്കാനുള്ള അവരുടെ ഒരു സ്വകാര്യ സ്പേസാണ് തിയേറ്റർ എന്ന് പറയുന്നത്. അവിടെ എന്തുമാകാം, ഏത് തരത്തിലുള്ള അസഭ്യവും പറയാം, അശ്ലീലവും പറയാം. അപ്പം അങ്ങനെ ഒരു സ്പേസിലേക്ക് ഒരു സ്ത്രീ കയറിപ്പോയാൽ ഒരുപക്ഷെ അവരുടെ സുരക്ഷ വരെ പ്രശ്നത്തിലാകും. അതുകൊണ്ട് തിയേറ്ററുകാർ സാധാരണഗതിയിൽ എ സർട്ടിഫിക്കേഷനുള്ള ഒരു സ്ഥലത്തേക്ക് സ്ത്രീകൾ ചെല്ലുന്നത് തടയും. ഇത്രയും കാലം അതിന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷെ വെടിവഴിപാട് എന്ന് പറയുന്നൊരു സിനിമ ഈ സോ കോൾഡ് എ സർട്ടിഫിക്കറ്റ് ടാഗിൽ വരുന്നൊരു സിനിമയല്ല. അത് ഒരു അഡൽട്ട് കണ്ടന്റാണ് പറയുന്നത്, റിലേഷൻഷിപ്സിനെ കുറിച്ചാണ് പറയുന്നത്, പുരുഷ സ്ത്രീ ബന്ധത്തെക്കുറിച്ച്, ഫാമിലി റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഡെഫിനറ്റ്ലി ഇറ്റ്സ് എൻ അഡൽട്ട് കണ്ടന്റ്. അഡൽട്ട് കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ചും ചോദിക്കും, ഇപ്പോൾ ചെല്ലപ്പേര് ആപ്പിൾ, നീ സൈസ കടിച്ചിക്കോ എന്ന് പറയുന്നതിനെ നമ്മൾ ഇട്ട് പിള്ളേരെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കുന്ന മലയാളികൾക്ക് ചിലതരം സദാചാരമുണ്ട്. അതൊന്നും അശ്ലീലമല്ല, ബിക്കോസ് അതൊക്കെ ഡബിൾ മീനിങ്ങിൽ പോവും, കറക്റ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുകയും, എന്നാൽ ഇതുപോലെ ഗൗരവമായ ഒരു സിനിമ, വളരെ ഗൗരവമുള്ള ഒരു റിലേഷൻഷിപ്സിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ അത് ഡയറക്റ്റാണ് പല കാര്യങ്ങളും. അപ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ആൻ അഡൽട്ട് കണ്ടന്റ്. അപ്പോൾ അങ്ങനെ ആ സിനിമ അഡൽട്ട് കണ്ടന്റാണ്, എ സർട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ ഇതിനകത്ത് സ്ത്രീകളെ കയറ്റില്ല എന്ന് തിയേറ്ററുകാരാണ് നിലപാടെടുക്കുന്നത്. സെക്യൂരിറ്റി ഗാർഡ്സ് പറയും, ഇത് എപ്പോഴാണ് സ്ത്രീകൾ കയറാൻ പാടില്ല. പക്ഷേ ഈ സിനിമയുടെ ഒരു പ്രത്യേകത, പുരുഷന്മാരെക്കാളും ഇത് സ്ത്രീകൾക്കേ മനസ്സിലാവുള്ളൂ എന്നാണ് എൻ്റെ പക്ഷം. കാരണം ഇത് മുതിർന്ന സ്ത്രീകൾ കാണേണ്ട, അവർക്ക് രസിക്കുന്ന, അവർക്ക് മനസ്സിലാവുന്ന അവരുടെ സ്വകാര്യ തമാശകളാണ് ആ ചിത്രം പലതും. ഇപ്പം നമ്മളിപ്പോൾ എ സർട്ടിഫിക്കറ്റുള്ള ചിത്രങ്ങളിൽ സ്ത്രീകൾ കയറുന്നതിനെ പറ്റി പറഞ്ഞു. ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞതേ ഉള്ളൂ. ഫിലിം ഫെസ്റ്റിവൽ ഒരുപാട് നമുക്കൊന്നും ഒരുപക്ഷെ സാധാരണ ഒരാൾക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത അത്രയും വയലൻസും സെക്സും ഒക്കെ ഉള്ള ചിത്രങ്ങളിൽ 20 വയസ്സുള്ള പെൺകുട്ടികൾ തൊട്ട് കുറച്ച് പ്രായമുള്ള സ്ത്രീകൾ വരേക്കും ക്യൂ നിന്നും കാണുന്നു, അവർ അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നു. പക്ഷെ അല്ലാത്തൊരു സിനിമ, ഒരു കമേഴ്ഷ്യൽ സിനിമ ഇതുപോലെ ഇതേ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുമ്പോൾ നമ്മൾ പോകാൻ നമുക്ക് തന്നെ ഒരു മടിയുണ്ടാവും. അപ്പോൾ അതാണ് അത് തന്നെ കപട സദാചാരം എന്ന് അതിനെ പറയുന്നത്. അതായത് കേരളത്തിൻ്റെ ഒരു ബുദ്ധിജീവി സംസ്കാരത്തിൻ്റെ ഒരു കള്ളത്തരമാണത്. കാരണം ഫെസ്റ്റിവൽ വരുമ്പം സഞ്ചി തൂക്കാം, അവിടെ പോയിരുന്ന് സിനിമ കാണാം, ചർച്ച ചെയ്യാം, ഒന്നും മനസ്സിലായില്ലെങ്കിലും യെസ് വെരി നൈസ് ഗുഡ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിറങ്ങി വരാം. പക്ഷെ അതേസമയം ഒരു ഗൗരവമുള്ള സിനിമ മലയാളത്തിൽ വരുമ്പോൾ അതിനെ ഒരു ബുദ്ധിജീവി പടം അല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യൽ, ഒരു എൻ്റർടൈനറായിട്ട് ഒരു ഫാമിലിക്ക് എന്ന് വെച്ചാൽ കുട്ടികൾ, ഭർത്താവിനും ഭാര്യയ്ക്കും, കപ്പിൾസിനും മനസ്സിലാവുന്ന തരത്തിലുള്ള ഗൗരവമുള്ളൊരു വിഷയം സംസാരിക്കുമ്പോൾ ഇത് നമ്മൾ കണ്ടാൽ ശരിയാകുമോ, അയ്യോ എൻ്റെ മാനം പൊട്ടിപ്പോവില്ലേ എന്നൊക്കെ വിചാരിക്കുന്നത് കൊണ്ടാണ്. അത് ചിലപ്പം അങ്ങനെ എല്ലാവരെയും ഞാൻ പറയുന്നില്ല, കുറച്ച് പേർക്ക് അറിയില്ല ഈ സിനിമ എന്താണെന്ന്. വെടിവഴിപാട് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ടൈറ്റിൽ കേൾക്കുകയും ഇതുപോലുള്ള റിവ്യൂവും വരികയാണെങ്കിൽ ഞാൻ ഈ സിനിമ കാണാൻ പോകില്ല വ്യക്തിപരമായി. പക്ഷേ ഞാനിത് വർക്ക് ചെയ്തുകൊണ്ടും അറിയാവുന്നത് കൊണ്ടും ഇത് ഗൗരവതരമായി നമ്മുടെ സെൻസർ ബോർഡിന് എന്തോ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ സർട്ടിഫിക്കേഷൻ കൊടുത്തത്. അല്ലെങ്കിൽ അവർക്ക് അത് തിരിച്ചറിവില്ല, ആ സിനിമ അവർക്ക് മനസ്സിലായില്ല എന്നുള്ള നേരിട്ടുള്ള അറിവുള്ളത് കൊണ്ടുമാണ് ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത് സ്ത്രീകൾ കാണണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട്. അഞ്ജന, സിനിമ കാണാത്തവർക്കായി സിനിമയെ പറ്റി, അഞ്ജനയുടെ കഥാപാത്രത്തെ പറ്റി. എൻ്റെ ക്യാരക്ടർ ഇതിൽ രാഹുൽ എന്ന് പറയുന്ന ഗെയിം ടെസ്റ്ററുടെ വൈഫാണ്. രാഹുൽ, അതെ, മുരളിച്ചേട്ടനാണ് രാഹുൽ എന്നുള്ള ക്യാരക്ടർ ചെയ്യുന്നത്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് രാധിക. അപ്പോൾ നല്ലൊരു ഹൗസ് വൈഫാണ്. നമ്മുടെ ട്രിവാൻഡ്രത്ത് വീട്ടമ്മമാരെ കാണുന്ന പോലെ ഒരുപാട് വിശ്വാസങ്ങളും ആറ്റുകാൽ പൊങ്കാലയിലൊക്കെ ഒരുപാട് വിശ്വാസമുള്ള, ഭക്തിയുള്ള നല്ലൊരു വീട്ടമ്മ. അതാണ് എൻ്റെ ക്യാരക്ടർ. അപ്പോൾ നമ്മൾ തമ്മിൽ ഒരുപാട് നല്ല രസകരമായിട്ടുള്ള കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. സോറി ബാക്കി അതിൽ ഓഫീസ് സീക്വൻസസ് ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് വന്ന് കയറുന്നുണ്ട്, എന്താ പറയാ, വേണ്ട ഒന്നും പറയുന്നില്ല, ജസ്റ്റ് സിനിമ കണ്ട് മനസ്സിലാക്കിക്കോളും. അല്ല, എന്നാലിപ്പം സിനിമയെ പറ്റിയിട്ട് നമ്മുടെ മനസ്സിൽ ഒരുപാട് ധാരണകളുണ്ട്. ഇപ്പൊ വെടിവഴിപാട് എന്നുള്ളൊരു പേര്, പോസ്റ്റേഴ്സ്, പിന്നെ എല്ലാം കൂടെ കാണുമ്പോഴത്തേക്കും പിന്നെ പൊതുവെയുള്ള ജനങ്ങളുടെ അഭിപ്രായം നമ്മൾ ഈ പറയുന്ന പോലെ. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്താണ് ഈ സിനിമ ഏകദേശം ഒരു കഥയിലേക്ക് എത്താതെ എന്നാലും ഒരു ഔട്ട്ലൈൻ ആയിട്ട് കൊടുക്കാൻ പറ്റും?
അങ്ങനെ സസ്പെൻസ് പൊട്ടിക്കണോ അല്ലേ? തീർച്ചയായിട്ടും പറയണം. പിന്നെ അത് പറയാതിരുന്നുകൊണ്ട് ഒരു കാര്യമില്ല രാധിക. അതായത് ഇത്ര ഉള്ളൂ സിനിമ. ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന ഒരു ദിവസം അപ്പോൾ അതിനകത്ത് സിനിമ തുടങ്ങുന്നത് തന്നെ ആറ്റുകാലമ്മയുടെ കഥ പറഞ്ഞുകൊണ്ടാണ്. കിള്ളിയാറ് കടന്ന് വന്നെത്തുന്ന ഭഗവതി. അവിടെ മധുര എന്ന് പറയുന്ന നഗരത്തിൽ പിന്നെ വൃദ്ധജനങ്ങളെയും കുഞ്ഞുങ്ങളെയും അതുപോലെ വികലാംഗരെയും മാത്രം രക്ഷിപ്പിച്ച് ബാക്കി മുഴുവൻ ദഹിപ്പിച്ച് ആറ് കടന്നു വന്ന ഭഗവതിക്ക് പൊങ്കാലയിട്ട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാണ് സിനിമയുടെ ഒരു ഇത് തുടങ്ങുന്നത്. ഇവിടെ 3 സ്ത്രീകൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോവുകയാണ്. ഒരു സ്ത്രീ രാധികയാണ്, മറ്റൊന്ന് മൈഥിലിയാണ്, വേറൊരാൾ ചാനൽ റിപ്പോർട്ടറായ അനുശ്രീയുടെ കഥാപാത്രം ചെയ്യുന്ന പെൺകുട്ടിയാണ്. ഇവരുടെ 3 പേരുടെയും ഭർത്താക്കന്മാർ തലേന്ന് തന്നെ പ്ലാൻ ചെയ്ത് ഒരു അനാശാസ്യത്തിന് വഴിയൊരുക്കുന്നു. ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് വന്ന് അവരുടെ ഒരു താല്പര്യത്തിന് വേണ്ടി അവർ കൂടുകയാണ്. ഒരുപക്ഷെ ഇതൊരു പുരുഷന്മാരുടെ സ്വകാര്യതയാണ്. ഒരിക്കലും സ്ത്രീകൾ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമോ എന്ന് പുരുഷന്മാർ വിചാരിക്കുന്നവരുടെ സ്വകാര്യതയാണ്. പുരുഷന്മാർ സംസാരിക്കുന്നത് സ്ത്രീകളില്ലാത്തപ്പോൾ അവരുടെ ഇടപാട് കാര്യങ്ങളൊക്കെയാണ്. ഇതൊന്നും പുരുഷന്മാർ ഇതൊന്നും പെണ്ണുങ്ങൾ അറിയാതിരിക്കുന്നതാണ് നല്ലത്, നമ്മുടെ വീട്ടിൽ സ്വസ്ഥമായിരിക്കാൻ എന്ന് ഒരുപക്ഷെ ആലോചിക്കാവുന്ന തരത്തിൽ അവരുടെ വളരെ സ്വകാര്യതകളും അവരുടെ ആലോചനകളെയും വളരെ തുറന്ന് ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല അവരുടെ കഥാപാത്രങ്ങളിലൂടെ പുരുഷൻ ഉള്ള ചില കപടമായ സദാചാരം. ഉദാഹരണത്തിന് മൈഥിലി പഠിപ്പിക്കുന്ന ഒരു ഫ്രഞ്ച് അധ്യാപികയാണ്. അപ്പോൾ അവിടെ 2 പെൺകുട്ടികൾ ജീൻസോ മിഡിയോ ഒക്കെ ഇട്ട് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിൽ ഇങ്ങനെ നോക്കി ഒഴിഞ്ഞിട്ട് ഇവളുടെയൊക്കെ വേഷം കാരണമാണ് ഇവിടെ റേപ്പ് നടക്കുന്നത് എന്ന് പറയുകയും അതേ പുരുഷൻ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യാൻ അല്ല എന്ന് വെച്ചാൽ ഇതേ പുരുഷൻ ഒരു സ്ത്രീയെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയുടെ ചുരിദാർ ഇടൂ എനിക്ക് കൊതിയാവുന്നു എന്ന് പറയുന്ന തരത്തിൽ പുരുഷന്മാരെ വളരെ പൊളിച്ച് കാണിച്ചിരിക്കുന്ന ഒരു സിനിമയാണിത്. അപ്പോൾ അത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുക. ഇത് അതിനൊരു ഭയങ്കര കോമഡിയുടെ ചിരി വരുന്ന ഒരു രീതിയിലാണ് ഇത് മൊത്തം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചിരി വരുള്ളൂ ഇത് കണ്ടു കഴിഞ്ഞാൽ. അതിനകത്തൊരു ഇത് മോശമായിട്ടല്ല മൊത്തം അവതരിപ്പിച്ചിരിക്കുന്നത്. ശ്രീജിത്ത് രവിയുടെ കഥാപാത്രം മൈഥിലിയുടെ ഭർത്താവ്. 3-ാമത്തെ ആൾ സൈജു കുറുപ്പാണ്. സൈജു കുറുപ്പിൻ്റെ ഭാര്യയുടെ കഥാപാത്രമാണ് ഒരു ചാനൽ റിപ്പോർട്ടർ. ആ പെൺകുട്ടി ആ ചാനലിലെ മേധാവി, പുതിയതായി വന്ന് ചാർജ് എടുത്ത ആഗോളവൽക്കരണത്തിൻ്റെ ഒക്കെ ഒരു പ്രതീകമായി നിൽക്കുന്ന ആൾ ആ പെൺകുട്ടിയെ കടന്ന് പിടിക്കാൻ ശ്രമിക്കുന്ന ദിവസം അവളുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി പൊരുതുന്ന സമയത്ത് അവളുടെ ഭർത്താവ് മറ്റൊരു സ്ത്രീയെ ഭോഗിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇതാണ് ഇതിൻ്റെ ഡ്രാമ. 3 സ്ത്രീകൾ 3 തരത്തിൽ, ഒരു മൈഥിലിയും ശ്രീജിത്ത് രവിയും കൊണ്ടുള്ള ചേർച്ചയില്ലായ്മ, അവരുടെ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ അമ്മായിയമ്മ എന്ന് പറയുന്ന അവരുടെ ജീവിതത്തിലെ ഒരു വലിയ ഗൗരവമായ ഒരു വഴക്ക്, അല്ലെങ്കിൽ അത് കാരണം ഇവരുടെ ഇടയ്ക്കുള്ള സ്പ്ലിറ്റ്, അതുകൊണ്ട് അവർക്ക് ഉണ്ടാകുന്ന ഒരു എക്സ്ട്രാ മാരിറ്റൽ ആഗ്രഹം, ഇങ്ങനെ ഗൗരവമായ റിലേഷൻഷിപ്സിനകത്തെ പ്രശ്നം, എന്തുകൊണ്ട് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടാകുന്നു, എങ്ങനെയാണ് വീട്ടിനകത്ത് ഒരുപക്ഷെ ഭർത്താവിനെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ വെളിയിൽ പൊരുതി നിൽക്കാൻ ശ്രമിക്കുന്നത്, ഇങ്ങനെ ഗൗരവമുള്ള വിഷയങ്ങളാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ 3 പേരും ആഗ്രഹിക്കുന്ന ഈ പെൺകുട്ടി കടന്നു വരുന്നത് 6 കടന്നാണ്. ഇവർ ഭോഗിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ തരത്തിൽ അനാശാസ്യത്തിന് വിളിച്ചു വരുന്ന പെൺകുട്ടിയും കടന്നു വരുന്നത് ഈ 6 കടന്നു വരുന്നു, ചുമന്ന സാരി ഉടുത്ത് വരുന്നു. ഇവർ വന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ശരിയാണ്, അതിനകത്തൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് കടന്നു വരുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നത്? ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഇവരുടെ 3 പേരുടെയും ജീവിതത്തിൽ തിരിച്ചറിവുണ്ടാക്കി അവർ മടങ്ങുകയാണ്. അങ്ങനെയാണ് സിനിമ. അപ്പോൾ അതിനകത്ത് ഇതൊന്നും ഞങ്ങൾക്ക് കാണാൻ പാടില്ലാത്തതാണെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ നിത്യേന നടക്കുന്ന, ഇവിടെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നു, അങ്ങനെയൊക്കെ പച്ച പരമാർത്ഥം. ഇവിടെ മുഴുവൻ സമയവും പീഡനത്തിൻ്റെയും മറ്റും കാരണം കേരളം ഏതോ നിലയ്ക്ക് പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന തരത്തിലുള്ള അവസ്ഥയാണ്. ഇവിടെ ഇതൊന്നും സത്യസന്ധമായി തുറന്നു പറയാൻ പാടില്ല, നമ്മുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന് എന്തർത്ഥമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സിനിമ സമകാലീന കേരളത്തിൻ്റെ, മലയാളത്തിൻ്റെ ഒരു ചിത്രം പോലെ ഒരു കണ്ണാടിയാണ്, ആകണം. ഇപ്പം ചേച്ചി തന്നെ പറഞ്ഞു, ഒരു ജോലി സ്ഥലത്ത് വെച്ച് ഒരു പെൺകുട്ടി, നമ്മളിപ്പോൾ ജേർണലിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ അങ്ങനെ ധൈര്യമുള്ള ആൾക്കാരെന്നുള്ള ഒരു ധാരണ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പെൺകുട്ടി വരെ നേരിടുന്ന അല്ലെങ്കിൽ ഒരു സ്ത്രീ നേരിടുന്ന ഒരു പ്രശ്നം, പിന്നെ കൂട്ടുകാരൻ്റെ ഭാര്യയുടെ വേഷത്തിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അപ്പോൾ ഇതുപോലെയുള്ള സമൂഹത്തിലെ പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് റിവ്യൂസിൽ വായിച്ചതാണ്, ഒരു ബ്ലാക്ക് ഹ്യൂമർ ഉണ്ട്, ഒരു സറ്റയർ ഉണ്ട്, സമൂഹത്തിലുള്ള അങ്ങനെ പല കാര്യങ്ങളെയും ഒരു പൊളിച്ചെടുക്കാൻ, നമ്മുടെ സദാചാരത്തെയൊക്കെ പൊളിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇത്രയൊക്കെ ആയിട്ടും റിവ്യൂസ് നോക്കുകയാണെങ്കിൽ പൊതുവെ ഒരു ഭൂരിപക്ഷ ആൾക്കാരും റിവ്യൂസ് നോക്കി തിയേറ്ററിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ 1.5, 2 ഒക്കെയാണ് ഏകദേശം ഒക്കെ കിട്ടിയിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ റീസൺ എന്നാണ് ചേച്ചിക്ക് തോന്നുന്നത്?
റിവ്യൂസ് ഒക്കെ അജണ്ടയുടെ പുറത്തല്ലേ, ക്ലൗട്ട് അല്ലേ. ശംഭു പുരുഷോത്തമൻ പുതിയതായി വന്ന ഒരു സംവിധായകനാണ്. ആരോടാണ് ശത്രുതയുള്ളത്? അരുണും മുരളിയുമാണ് ഈ സിനിമയുടെ മുന്നിൽ നിൽക്കുന്ന ഫേസസ്. അപ്പോൾ അത് ലെഫ്റ്റ് പോലൊരു സിനിമ കഴിഞ്ഞിട്ട് എടുക്കുന്ന സിനിമയാണ് പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഒരുപാട് പേർക്ക് ശത്രുതയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അത് എനിക്ക് എൻ്റെ വ്യക്തിപരമായി റിവ്യൂ ഇടുന്നതിൻ്റെ കാര്യത്തിലൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, അത് നമ്മുടെ കേരളമാണ്, ഇവിടെ എല്ലാ അജണ്ടകളുടെ പുറത്ത് നടക്കുന്നതാണ്, എല്ലാം നേരത്തെ തീരുമാനിക്കപ്പെടുന്നതാണ്. എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല ഒരു നിലയ്ക്ക്. എൻ്റെ കാഴ്ചയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എനിക്ക് വന്നൊരു കമൻറ്റാണ്, വെടിവഴിപാട് കണ്ട ഒരാൾ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് ഇത് നമ്മുടെ നാട്ടിലെ മെയിൽ ഷോവനിസ്റ്റ് ആറ്റിറ്റ്യൂഡിനെതിരെയുള്ളൊരു അടിയാണ് ഈ ചിത്രം എന്ന്. അത് 100% ഇത് പറയുമ്പോൾ തന്നെ NS മാധവൻ വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. NS മാധവൻ ഈ സിനിമ കണ്ടിട്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ ഇത് എന്താണ് പ്രൊജക്റ്റ് ചെയ്യപ്പെടാൻ സമൂഹം ആഗ്രഹിക്കുന്നതെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇത് ഔട്ട് ആൻഡ് ഔട്ട് ഇങ്ങനെ ഒരു സിനിമ വന്ന് പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ ഒന്നും അങ്ങനെ ഒരു പ്രൊമോഷനും നടന്നിട്ടില്ല. ഇതിൻ്റെ പോസ്റ്റേഴ്സ് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം തന്നെ ഇതിൻ്റെ മാർക്കറ്റിംഗ് ഒരു പ്രത്യേക തരത്തിൽ ഒരു സെക്സ് പടമാണെന്നുള്ള നിലയ്ക്കാണ് ഇത് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടൊരു തെറ്റിദ്ധാരണയും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എല്ലാ കാര്യത്തെയും യോജിച്ചുകൊണ്ടല്ല ഞാനിന്നിവിടെ പ്രൊമോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയ്ക്ക് സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു എലിമെൻ്റ് ഉണ്ട്. ഇതിനകത്ത് 100% സ്ത്രീകളുടെ ഒരു വശം പറയുന്നുണ്ട് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് വന്നേക്കുന്നത്. ഇതിന് ഇപ്പോൾ ഈ ചാനൽ റിവ്യൂസിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇതിനകത്ത് പിന്നെ എനിക്കറിയില്ല പൂർണ്ണ ആൾക്കാർ എന്താണ് അങ്ങനെ എഴുതുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇത് സിനിമ ചിത്രങ്ങൾ ഹൗസ്ഫുള്ളാണ്. ഇപ്പോൾ ശ്രീ തിയേറ്റർ തുടങ്ങിയ ദിവസം മുതൽ ഇന്നലെ വരെയുള്ള ദിവസവും ഹൗസ്ഫുള്ളാണ്. അതിങ്ങനെ സംഭവിക്കുന്നു. ആർക്കും ഇഷ്ടപ്പെടാത്ത സിനിമയാണെങ്കിൽ മലയാളത്തിൽ നമുക്കറിയാം, സൂപ്പർ സ്റ്റാർസിൻ്റെ പടം പോലും ഒരാഴ്ച കഴിയുമ്പോൾ പെട്ടിയെടുത്ത് വെളി വയ്ക്കും. 101 ചോദ്യങ്ങൾ എന്ന് പറയുന്ന ആഘോഷിക്കപ്പെട്ട ചിത്രം ഒരു ദിവസം പോലും ഓടിയില്ല. അങ്ങനെയൊന്നും മലയാളികൾ എന്ത് പറയണമെന്ന് അറിയാത്തത് കൊണ്ടാണോ അതോ ഇനിയിപ്പം ഇതിനെപ്പറ്റി നല്ലത് പറഞ്ഞാൽ ഞാൻ മോശക്കാരനാകും എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ടാണ്? അറിഞ്ഞൂടാ, ഒരു വെടിയില്ല, ഞാൻ എഴുതാത്ത ഒരാളാണ്. അഞ്ജന, ഇതില് പിന്നെ സ്ത്രീ കഥാപാത്രങ്ങളെ പറ്റി കേൾക്കുന്നത് വളരെ ശക്തമായ രീതിയിൽ ഡയലോഗ്സ്, പൊതുവെ നമ്മളുടെ മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വളരെ ബോൾഡ് ആയിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളാണ്. അവരുടെ ഡയലോഗ്സ് ആണെങ്കിലും പൊതുവെ നമ്മൾ മലയാളി സങ്കല്പത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാത്തതാണെന്നൊക്കെ കേൾക്കുന്നു. അപ്പം ഈ ചിത്രത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളെ പറ്റി അഞ്ജനയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഇതിലെ 4 സ്ത്രീ കഥാപാത്രങ്ങളും ശരിക്കും പറഞ്ഞാൽ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ്. 4 പേരുടെ സ്വഭാവം എല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ മൈഥിലി ഒരു ഫ്രഞ്ച് ടീച്ചറാണ് പറഞ്ഞ പോലെ. അപ്പോൾ മൈഥിലിയുടെ ആറ്റിറ്റ്യൂഡും അനുശ്രീയുടെ ആറ്റിറ്റ്യൂഡും അതുപോലെ എൻ്റെ ക്യാരക്ടറായ രാധികയുടെ ആറ്റിറ്റ്യൂഡും 3ഉം വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന പലതരം സ്ത്രീകളുടെ ആറ്റിറ്റ്യൂഡ്സ് നമുക്ക് അതിനകത്ത് കാണാമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ കയറി കാണുക തന്നെ വേണം. ഇപ്പം തിയേറ്റേഴ്സിൽ പോകുമ്പോഴത്തേക്കും എന്തിനാണ് ഇപ്പം ലേഡീസിൻ്റെ ക്യൂവിൽ ആൾക്കാർ കുറവാണ്. അപ്പോൾ ആൾക്കാരെങ്കിലും ടിക്കറ്റ് എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കും വെടിവഴിപാടിന് തന്നെയാണോ വന്നത്, ഉറപ്പാണല്ലോ അല്ലേ എന്ന് 2ാമതും 3ാമതും ചോദിച്ചിട്ട് മാത്രമാണ് ടിക്കറ്റ് അവിടെ തന്നെ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡിനെതിരായിട്ട് സ്ത്രീകൾ കടന്നു ചെന്ന് ടിക്കറ്റ് എടുത്ത് കാണുക തന്നെ വേണമെന്നാണ്. ഇപ്പം ഞാൻ എൻ്റെ ഫാമിലി ആയിട്ടാണ് പോയത്, അച്ഛനമ്മ എല്ലാവരും അടങ്ങുന്ന എൻ്റെ ഫാമിലി ആയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അങ്ങനെ ഒരു ഞങ്ങൾക്ക് ഫാമിലിയായിട്ട് ചെന്നിരുന്ന് കാണാൻ പറ്റാത്ത രീതിയിലായിട്ട് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതിനപ്പുറത്തെ ഡയലോഗ്സിൽ എത്രയോ ഫിലിംസ് വന്നിട്ടുണ്ട്. വൾഗറായിട്ട് എത്ര സിനിമ ഇപ്പം അനുമോളെ ഇതിനകത്ത് 100% നമുക്ക് ശ്ലാഘിക്കുകയും ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിനകത്ത് അനുമോദിക്കുകയും ചെയ്യേണ്ട അനുമോളുടെ ക്യാരക്ടർ. അതിനകത്ത് പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്യാരക്ടർ അഭിനയിച്ച പെൺകുട്ടി അനുമോൾ ഒരു പൂർണ്ണമായ ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് പറയും. ഇപ്പം റാണി മുഖർജി ഇതിനകത്ത് എന്താണ് ചുനരി മേ ദാഗ്, എന്താണ് സിനിമയുടെ പേര്? റാണി മുഖർജി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ വേഷം ചെയ്ത എന്തോ ഒരു സിനിമ, അത് ചെയ്ത ആർക്കും പ്രശ്നമില്ല. അല്ലെങ്കിൽ ദേവദാസിയിൽ മാധുരി ദീക്ഷിത് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് വേഷം ചെയ്താൽ പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ നാട്ടിലൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് വേഷം ചെയ്യാൻ ഇവിടുത്തെ മെയിൻ നടികൾ ആരും തയ്യാറായില്ല. കാരണം അവർക്കറിയാം ഇന്നൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് വേഷം ചെയ്ത നാളെ മുതൽ യു ആർ ടാഗ്ഡ്. കാരണം സിനിമയും ജീവിതത്തെയും ഒരേപോലെയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ വാസവദത്ത എന്ന കഥാപാത്രത്തെ പിന്നെ ആശാൻ എഴുതിയപ്പോൾ ഇതൊരു അശ്ലീല ഇതാണെന്ന് പറയണം. കരുണ ആരും വായിക്കാൻ പാടില്ല. അത്രയും നമ്മുടെ എല്ലാ തരത്തിലുള്ള പിന്നെ സാഹിത്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ശക്തമായ കഥാപാത്രങ്ങളിലൂടെ ചിലപ്പോൾ ഒരു ബിംബമായിട്ടൊക്കെ ചിലരെ കൊണ്ടുവരേണ്ടി വരും. പ്രത്യേകിച്ച് പ്രോസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ളൊരു ബിംബമായിട്ടൊക്കെ വരേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഇന്ന് പെട്ടെന്ന് അശ്ലീലമായി ഒരു സിനിമയിൽ വന്നതുകൊണ്ട് മാറി. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ സെൻസർ ബോർഡിൽ നിന്നും കേട്ട കഥകളെന്ന് വെച്ചാൽ അവിടെ ഉണ്ടായ ചർച്ച എന്ന് വെച്ചാൽ അയ്യോ ആറ്റുകാലമ്മയുടെ ദിവസം ഇങ്ങനെ വന്നാൽ പുരുഷന്മാരെല്ലാം ഇനി നമ്മൾ പൊങ്കാലിടാൻ പോകുമ്പോൾ അവിടെ വേറെ കാര്യത്തിന് വേണ്ടി സ്ത്രീകളെ വിളിച്ചു വരുത്തില്ലേ, അപ്പോൾ പ്രശ്നമാവില്ലേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞെന്നും അയ്യോ റിലീജിയസ് ഇൻറ്റിമൻസിനൊന്നും നമ്മളൊന്നും ഇടപെടണ്ട, അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് തീരുമാനിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നത് ബാലിശമായ കഥകളാണ് കേട്ടത്. അതെനിക്കറിയില്ല പൂർണ്ണമായും പറയാൻ.
വിവാദത്തിലേക്ക് ഞാനില്ല. എന്നാലും ഇങ്ങനെയാണോ ഒരു വർക്ക് ഓഫ് ആർട്ടിനെ കാണേണ്ടത്? എന്താണ് ഒരു കഥാപാത്രത്തിലൂടെ, ഒരു കഥാപാത്രം ഒരു മെറ്റഫോറാണ്, എന്താണ് ആ സിനിമ പറയുന്നത്? ഒരു സിനിമാറ്റിക്, ഒരു പ്രത്യേക തരത്തിലൊരു സിനിമയാണത്. ഇതുവരെ മലയാളത്തിൽ വന്നിട്ടില്ലാത്ത ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു നറേഷനാണ്, ഒരു പ്രത്യേക തരത്തിൽ ഒരു സത്യസന്ധമായ ഒരു സിനിമയാണ്. അപ്പോൾ ഇത് കാണാൻ ആൾക്കാർ പേടിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ജീവിതം പെട്ടെന്ന് മുമ്പിൽ കാണുമ്പോൾ പേടിക്കും. കള്ളത്തരം കണ്ടുകൊണ്ടിരിക്കുക, ആൾക്കാർക്ക് നുണ കണ്ടുകൊണ്ടിരിക്കാം. പക്ഷെ റിയലായിട്ടൊരു ജീവിതം പെട്ടെന്ന് മുമ്പിൽ കാണുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് പേടിക്കുന്നതാണ്. അയ്യോ ഇതെങ്ങനെ കാണും, ഇത് കൊള്ളാമോ, കൊള്ളൂലേ, ഇത് എന്തുവാണ് ഇത്, ഇത് നമ്മൾ സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ, ഇത് നമ്മുടെ സ്വകാര്യതയിൽ സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ, ഇതൊക്കെ ആൾക്കാർ കേട്ടാൽ എങ്ങനെയാണ്, ഇത് സ്ത്രീകൾ കേൾക്കാമോ, അമ്മയും പെങ്ങന്മാരും കേൾക്കാമോ, ഇതൊക്കെ നമ്മൾ പറയുന്നത് തന്നെയല്ലേ എന്നുള്ളൊരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. ചേച്ചി പറഞ്ഞ ഇങ്ങനെ ഇപ്പോൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ടാഗ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചിത്രത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ വെടിവഴിപാട് എന്നുള്ളൊരു ടൈറ്റിൽ കേട്ടപ്പോൾ അങ്ങനെ ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ ഈവൻ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ കഥാപാത്രം അല്ലെങ്കിൽ കൂടി അഞ്ജനയ്ക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ആശങ്കകളോ ടെൻഷനോ ഉണ്ടായിരുന്നു? ഒന്നും ഉണ്ടായില്ല. കാരണം പ്രത്യേകിച്ചും ഈ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് നല്ല ഫിലിംസ് സമ്മാനിച്ചിട്ടുള്ള അരുൺകുമാർ അരവിന്ദ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളുടെ സാമീപ്യം ഈ ഒരു പ്രോജക്റ്റിൽ ഉണ്ടാകുമ്പോൾ അതിൽ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളത് ഡെഫിനറ്റാണ്. പിന്നെ കൂടുതലുള്ളത് മുരളിച്ചേട്ടൻ, ശംഭുചേട്ടനാണ് പുതിയതായിട്ട് വന്നത്. പക്ഷേ എങ്കിൽ ശംഭുചേട്ടനോട് വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഒരു തരത്തിലുള്ള ടെൻഷൻസും ഉണ്ടായിരുന്നില്ല അല്ലേ. ശംഭുചേട്ടൻ ഓൾ ദി ടൈം ടെൻസ്ഡാണ്. പക്ഷേ എങ്കിൽ ഒരിക്കലും ആളുടെ ടെൻഷൻസ് ആർട്ടിസ്റ്റിനെ പുറത്തേക്ക് പോർ ഔട്ട് ചെയ്തിട്ട് ചീത്ത പറഞ്ഞ് ടെൻഷൻ ഇറക്കി വയ്ക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ഈസി ആയിട്ടാണ് ഞങ്ങളൊക്കെ വർക്ക് ചെയ്തതും ലൊക്കേഷനിൽ. അപ്പം അങ്ങനത്തെ അനുപൂർണ്ണ പറഞ്ഞ പോലത്തെ അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടുമില്ല. അതെ ചേച്ചി, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ നമ്മൾ ഗോവിന്ദചാമിയുടെ വിധി വരുന്ന സമയവും പിന്നെ ഡൽഹി ഇഷ്യൂവിൻ്റെ 1ാം വാർഷികമൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചപ്പോഴൊക്കെ ഉണ്ടായിരുന്നതും ഇപ്പം നമ്മളുടെ ഇപ്പം സിനിമകൾ നമ്മളെ സ്വാധീനിക്കുന്ന രീതിയെ പറ്റിയൊക്കെ പറയുകയുണ്ടായി. അപ്പം പാർവതി ചേച്ചി പറഞ്ഞത് ഇപ്പോൾ പബ്ലിക് ഡൊമൈനിലേക്ക് ഈ എ സർട്ടിഫിക്കറ്റ് ഉള്ള ചിത്രങ്ങൾ വരുന്നു. ഇപ്പോൾ പണ്ട് നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്തെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സെൻട്രൽ തിയേറ്ററിലും ശ്രീബാല തിയേറ്ററിലൊക്കെയാണ് എ സർട്ടിഫിക്കറ്റ് ഉള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഇപ്പോൾ സ്ത്രീ തിയേറ്ററിലേക്ക് ഒരു എ ഉള്ള ഒരു ചിത്രം എത്തുന്നു. അപ്പം ഇത് നമ്മുടെ സമൂഹത്തെ ഏതെങ്കിലും രീതി മോശമായിട്ട് ബാധിക്കുന്നു? 100%. അനുപൂർണ്ണ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും കാലം എ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഷക്കീല എന്ന് പറയുന്ന സ്ത്രീ ഒരു എണീറ്റിരിക്കാനാവതില്ലാത്ത ഒരു ചെറുക്കനെ കാണുമ്പോൾ എന്ന് പറഞ്ഞ് ചുണ്ട് കടിച്ചിട്ട് എന്ന് പറഞ്ഞ് വീഴുന്നതാണ് നമ്മൾ കാണും. ഇത് എന്തോ നേപ്പടം എന്ന് പറഞ്ഞ് സ്ത്രീകളൊക്കെ ഇങ്ങനെ നോക്കി എന്തോന്നാണ് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്ത്രീകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. എന്തൊരു ഗോഷ്ഠിയാണ് ഈ കാണിക്കുന്നത്. പുരുഷന്മാർക്ക് അവരുടെ സ്വകാര്യമായി കാമം ഇറക്കി വെക്കാനുള്ള ഒരു സ്ഥലം. ഈ സിനിമ വളരെ ക്ലീൻ ആയിട്ടൊരു സിനിമയാണ്, ഒരു അശ്ലീലവും ഇല്ല അതിനകത്ത്. ഒരുപാട് ബീപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ആ സെൻസർ ഓഫീസറിനോട് സംസാരിക്കണം. കേരളം ചോദിക്കണം നിങ്ങൾക്ക് എന്തുവാണ് ഇതിനകത്ത് ബീപ്പ് ഉള്ളതെന്ന്. ആള് പേടിച്ചു പോയി എന്നാണ് നാട്ടുകാർ പറയുന്നത്. അയ്യോ ദൈവമേ, ഇത് VHPക്കാരും RSSകാരും ഒക്കെ പ്രശ്നം ഉണ്ടാക്കൂലേ, ശിവസേനക്കാർ പ്രശ്നം ഉണ്ടാക്കും നോക്കിക്കോ എന്നൊക്കെ ഒരു സെൻസർ ബോർഡ് അംഗം എന്നോട് നേരിട്ടും പറഞ്ഞു. ശിവസേനക്കാർ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് അയ്യോ ഇതിനകത്ത് പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അവർ പോയി എന്നാണ് ഞാൻ കേട്ടത്. കാരണം എനിക്കറിയില്ല, അല്ലെങ്കിൽ തന്നെയും ശിവസേനക്കാരും RSSകാരും ആണോ കേരളത്തിൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടതെന്നുള്ള ഒരു രാഷ്ട്രീയ പക്ഷവും എനിക്കുണ്ട്. ഈ സിനിമയ്ക്ക് ആകെ എതിർക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് ഹിന്ദു അജണ്ടയാണ്. അങ്ങനെ ഒരു കാര്യം ഉണ്ട് ആ സിനിമയ്ക്കകത്ത്. അതുപോലും മനസ്സിലാക്കാൻ സെൻസർ ഓഫീസറിന് മനസ്സിലാക്കിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇത് പ്രൊമോട്ട് ചെയ്യണോ വേണ്ടതെന്നൊക്കെ ആദ്യം ആലോചിച്ചത്. പക്ഷേ ഈ സിനിമയെ അകാരണമായ കാര്യത്തിനകത്താണ് ആൾക്കാർ എതിർക്കുന്നത്. അകാരണമായ കാര്യം, ഇത് ഇറ്റ്സ് എ ക്ലീൻ ഫിലിം, ഒരു വൃത്തികേടും ഇല്ല, ഒരു അശ്ലീലവും ഇല്ല ഈ സിനിമയിൽ. ഡയലോഗിൽ ചില കാര്യങ്ങൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് മെച്ചുവേർഡ് ആളും പറയുന്ന, അല്ലെങ്കിൽ ഏത് കുടുംബത്തിനകത്ത് ഭർത്താവും ഭാര്യയും പറയുന്ന കാര്യങ്ങളും വാക്കുകളും തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് അഡൽട്ട് കണ്ടന്റ് ആണെന്ന് പറയുന്നത്. അത് എ സർട്ടിഫിക്കറ്റ് ആണ്, ഇത് എ സർട്ടിഫിക്കറ്റ് ആവാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നില്ല. കാരണം ഭർത്താവും ഭാര്യയും അല്ലെങ്കിൽ കുടുംബത്തിലെ ഏത് മെച്ചുവേർഡ് റിലേഷൻഷിപ്പിലുള്ളവർക്കും മനസ്സിലാവാത്ത ഒരു കാര്യവും അതിനകത്തില്ല. ആരും ഒരുമിച്ചിരുന്ന് കാണാൻ പാടില്ലാത്ത ഒരു സീൻ പോലും ഇല്ല. അതിനകത്ത് അശ്ലീലമായ ഒറ്റ സീനില്ല ആ സിനിമയ്ക്കകത്ത്. സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ചിരിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. ശരിക്കും ക്ലീൻ ഫിലിം. അത് ഒരിക്കലും ഇത്രയും കാലം ഇറങ്ങിയിട്ടുള്ള ഒരു കിന്നാരത്തുമ്പി ലൈനിലുള്ള ഒരു സിനിമയുമായി കമ്പയർ ചെയ്യാൻ പാടില്ല. ഇവിടെ ഞാൻ പേര് പറയുന്നില്ല, പക്ഷെ വേറെ ആഘോഷിക്കപ്പെട്ട UA ചിത്രം കൊടുത്ത എൻ്റെ അമ്മ ഒരു വേശ്യയായിരുന്നു, എന്ത് നല്ല കാര്യമാണ്, അവരൊരു മിടുക്കിയായിരുന്നു എന്ന് പറയുന്ന ചിത്രങ്ങൾ വരുമ്പോൾ ആൾക്കാർ എന്ന് നോക്കിക്കൊണ്ടിരുന്ന് കൊള്ളാം എന്ന് പറയുകയും ഒരു ചർച്ചയുണ്ടാവാതിരിക്കുകയും, അതേസമയം ഇതുപോലൊരു ചിത്രം വരുമ്പോൾ ഇത് സത്യത്തിൽ ഒരു ദേവിയുടെ ഇടപെടലാണ് സദാചാരത്തിലേക്ക്. അങ്ങനെ വേണം. ഇതിപ്പോൾ ഇന്നാൾ ഉണ്ണിയാറ് എന്നോട് ചോദിച്ചവർ ഇത് നാട്ടുകാലമേ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമയാണെന്നാണല്ലോ കേട്ടത്, പക്ഷെ നാട്ടുകാരെന്താ ഇത് എതിർക്കുന്നതെന്ന് പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, മനുഷ്യർക്ക് സിനിമ മനസ്സിലാവണ്ടേ എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. ഇതാണ് അതിൻ്റെ കാര്യം.
ആൾക്കാർക്ക് സിനിമ മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഈ ഒരു അജണ്ടയെ പറ്റിയിട്ട് പറഞ്ഞു, അതായത് പുതിയൊരാളാണ് അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഷോവനിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇത് പിടിക്കാതെ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതേപോലെ ഈ ഷോവനിസ്റ്റ് അഭിപ്രായം നമ്മൾ കേട്ടത് 22 ഫീമെയിൽ കോട്ടയം വന്ന സമയത്ത് പുരുഷന്മാർക്ക് കുറച്ചൊരു വിഷമം തോന്നുന്ന രീതിയിലുള്ള ഒരു ചിത്രമാണ് അത് എന്ന് പറഞ്ഞു. പക്ഷെ അത് തിയേറ്ററിൽ കുറേ ദിവസം വിജയകരമായിട്ട് തന്നെ ഓടി. ഇപ്പോൾ പുതിയ ആൾക്കാരുടെ സിനിമ എന്ന് പറയുകയാണെങ്കിൽ നവാഗതർ ഒരുപാട് പേരുടെ സിനിമകൾ ഇപ്പോൾ ഫിലിപ്സ് ആൻഡ് മങ്കീപ്പൻ പറയുകയാണെങ്കിൽ കുട്ടികളും കുടുംബവും എല്ലാവരുമായിട്ട് പോയി പുതിയ ആൾക്കാരുടെ തന്നെ ചിത്രമാണ്. അപ്പം അങ്ങനെയും പോകുന്നുണ്ട്. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ ഒരു ശംഭു എന്നുള്ള ഒരാളെ ടാർഗറ്റ് ചെയ്തു? ഞാൻ ശംഭുവിനെ ടാർഗറ്റ് ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞ അരുണിനോട് മുരളിയോടും ഒക്കെ ഉള്ളവരായിരിക്കും ടാർഗറ്റ് ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അരുണൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാന്ന് ഞാൻ പറഞ്ഞത്. ശംഭു ഫിലിപ്പിൻ മങ്കിപ്പൻ ഒരു ഉപദ്രവം ചെയ്യാത്തൊരു പടമാണ്. ഇതെന്ന് പറഞ്ഞാൽ വളരെ റിയലിസ്റ്റിക് ആണ്. ഇത് നമ്മുടെ ജീവിതമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. കണ്ടാൽ പേടിയാവും പെട്ടെന്ന്. എന്തുവാണ് ഇത്, അയ്യോ ഇത് ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് തോന്നുന്ന ഒരു പടമാണ്. കാരണം വളരെ സത്യത്തോട് അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. സിനിമ എപ്പോഴും ഭയങ്കര പുറമോടിയിൽ നിൽക്കുന്നതാണ് ആൾക്കാർക്ക് ഇഷ്ടം. ഈ ചിത്രത്തിന് പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പൊങ്കാല ഒക്കെ ചിത്രീകരിച്ച ഏകദേശം ഒരു ഡോക്യുമെന്ററി സ്റ്റൈലിലാണെന്നും 2 വർഷത്തോളം അതിനു വേണ്ടി എടുത്തു എന്നൊക്കെ കേട്ടിരുന്നു. അപ്പം അതിനെപ്പറ്റി ശംഭുചേട്ടൻ പറയേണ്ടത് ശരിക്കും 2 വർഷത്തെ ആറ്റുകാൽ പൊങ്കാല കൃത്യമായി ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ഷെഹനാദ് എന്ന് പറയുന്ന നമ്മുടെ സിനിമാറ്റോഗ്രാഫറും ശംഭുചേട്ടനും കൂടെ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡെഫിനറ്റായിട്ടും ഒരു ഡയറക്ടറുടെ ആദ്യത്തെ പ്രോജക്റ്റ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ പിന്നിലുള്ള ഹാർഡ് വർക്ക് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതെ, ഇത് അനുപൂർണ്ണ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, 1 കോടി രൂപയ്ക്കകത്ത് ഈ പ്രോജക്റ്റ് നിന്നു. 1,80,00,000 രൂപയ്ക്ക് അതിൻ്റെ സാറ്റലൈറ്റ് പോയത്. ഫസ്റ്റ് ഡേ 12 ലക്ഷം രൂപ ഇതിൻ്റെ ഷെയർ വന്നു, 11.5 ലക്ഷം. അപ്പോൾ ഇത് ലാഭമാണ്. ഇതൊരു ഫിനാൻഷ്യൽ കോസ്റ്റിന് വേണ്ടി ഈ സിനിമ നഷ്ടമാകുമോ എന്നുള്ള ആലോചിച്ചിട്ടല്ല. കാരണം എല്ലാ തിയേറ്ററുകളിലും ഇത് നിറഞ്ഞാണ് ഓടുന്നത്. പക്ഷെ നമ്മൾ പറയാൻ കാര്യം സ്ത്രീകളെ കയറ്റുന്നില്ല. സ്ത്രീകൾ ഒരു അഡൽട്ട് പടം സ്ത്രീകൾക്ക് കേരളത്തിൽ മെച്യൂരിറ്റി വന്നിട്ടില്ലേ? 18 വയസ്സ് കഴിയാത്ത സ്ത്രീകളാണോ കേരളത്തിലുള്ളത്? പിന്നെ ആറ്റുകാലമ്മയ്ക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് എതിരായിട്ട് യാതൊന്നുമില്ല. യാ ദേവി സർവഭൂതേഷു ശക്തി രൂപേണ സംസ്ഥിത എന്നാണ്. ദേവിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ദേവിയുടെ അതൊരു പ്രത്യേക തരത്തിലൊരു പശ്ചാത്തലമാണ്. ആ സിനിമ വളരെ ശ്രദ്ധയോടെ കാണുന്നവർക്ക്, ദേവി ഭക്തർക്ക് മനസ്സിലാവും എന്താണ് ആ സിനിമ. ഇത് കൺഫ്യൂസിങ് ആണ്. അനുപൂർണ്ണ ഇങ്ങനെ നോക്കുവാണ്, എന്തുവാണ് ഈ പറയുന്നത് ദേവിക്കെതിരെ. ഞാൻ ചോദിക്കട്ടെ, ആറ്റുകാൽ പൊങ്കാലയുടെ തലേന്നോ പിറ്റേന്നോ ഒരു സ്ത്രീയെ വിളിച്ചോണ്ട് വരാമോ? പറ്റുമോ? ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നത് ശരിയായില്ല, ശരി സമ്മതിച്ചു. അതിൻ്റെ തലേന്ന് നടക്കുന്നത് ശരിയാവുമോ? അതിൻ്റെ പിറ്റേന്ന് നടക്കുന്നത് ശരിയാവുമോ? അത് ശരിയാവില്ല. അത് തലേന്നും പിറ്റേന്നും ഒരു ദിവസം വിളിക്കാൻ പാടില്ല. അങ്ങനെ ഒരു വാദമില്ല. ആ സിനിമയൊന്ന് കണ്ടു നോക്കൂ, അതിൻ്റെ അർത്ഥം എന്താണെന്ന്. അതൊരു ഒരു ക്ലീൻ സിനിമയാണത്. പക്ഷെ ഇപ്പം ഈ ഒരു തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് ആറ്റുകാലമ്മച്ചി എന്ന് പറഞ്ഞാൽ അതൊരു വികാരമാണ്. പിന്നെ കേരളത്തിലുള്ള എല്ലാവരും ഈ സ്ത്രീകളെല്ലാവരും കൂടെ കൂടുന്ന ഒരു സ്ത്രീകൾ ശബരിമല എന്നൊക്കെ പറയുന്നു ആറ്റുകാൽ പൊങ്കാല. അപ്പം അങ്ങനെ ഒരു ദിവസം ഈ സ്ത്രീകളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ആശങ്ക വരുന്നു. ഇനി ഇറങ്ങുന്നവരുടെ മനസ്സിൽ ഓ ചേട്ടൻ വീട്ടിലൊറ്റയ്ക്കാണല്ലോ എന്നുള്ളൊരു ചിന്ത. 100%. അങ്ങനെയാണെങ്കിൽ അങ്ങനെ 3 പേര് ചേർന്ന് അങ്ങനെ ആ ഭക്തജനങ്ങൾ ഇങ്ങനെ ആലോചിക്കുവാണെങ്കിൽ ഇങ്ങനെ പറയാം, ആറ്റുകാൽ അമ്മച്ചി എന്തുവാണ് ആ വീട്ടിൽ നടത്തിയത്? അവിടെ എന്തെങ്കിലും സംഭവിച്ചോ? ആ 3 പേർക്കും ആ സ്ത്രീയെ കിട്ടിയോ എന്ന് തിരിച്ചും ചോദിക്കാം. ഭഗവതിയാണോ കാത്തത്? വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു മെസ്സേജ് ഉള്ളൊരു സിനിമയും കൂടെയാണ് വെടി വഴിപാട്. അങ്ങനെയല്ല അത്. അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് വന്നു എന്നുള്ളത് ശരി. അതിനുശേഷം എന്ത് സംഭവിച്ചു? സ്ത്രീയുമായിട്ട് എന്തെങ്കിലും നിലയ്ക്ക് ചേട്ടന്മാർക്ക് ബന്ധപ്പെടാൻ പറ്റി? ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല. അങ്ങനെയല്ല സിനിമ. അതാ ഞാൻ പറയുന്നത്, സദാചാരത്തിലെ പുറത്തൊരു ഇടപെടലായിട്ട് വേണം അതിനെ കാണാൻ. എന്ന് വെച്ചാൽ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അവർ പ്രൊട്ടക്ട് ചെയ്യപ്പെടുകയാണ്. അവരുടെ 3 പേരുടെയും, അവർ മാത്രമല്ല അവരുടെ പെൺകുട്ടികളും അവരുടെ ഭാര്യമാരും പ്രൊട്ടക്ട് ചെയ്യപ്പെടുകയാണ് ആ നിലയ്ക്ക്. അങ്ങനെ അത് അത്തരത്തിൽ ആ സിനിമ കണ്ടില്ല പൂർണ്ണ. അതെ അതെ, ഞാൻ എന്തായാലും അത് തീർച്ചയായിട്ടും ഉടനെ തന്നെ ഈ സിനിമ കാണും. എനിക്കൊന്നും ഇപ്പം പ്രേക്ഷകർക്കും കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പാർവതി ചേച്ചിയുടെയും അഞ്ജനയുടെയൊക്കെ വാക്കുകൾ കേട്ട് ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് പേർക്ക് അന്നപൂർണ്ണയുടെ പ്രശ്നമാണ്. കാരണം ആൾക്കാർ പറഞ്ഞു, നമ്മൾക്ക് ഒരിക്കലും കാണാത്തൊരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അല്ലേ? കാണാത്ത ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ആകെ ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ, നിങ്ങൾ കയറി കാണണം. പക്ഷെ വ്യക്തിപരമായിട്ട് ഇപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിലും നമ്മളിപ്പം വീക്കെൻഡൊക്കെ ആയിരിക്കും ഒരു സിനിമ കാണാൻ വേണ്ടി കിട്ടുന്നത്. ഇപ്പോൾ ഒരുപാട് സിനിമകൾ നമുക്കിപ്പം നമ്മുടെ മുന്നിലേക്കുണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് ആശ്രയിക്കുക സുഹൃത്തുക്കൾ എന്ത് പറയുന്നു, അല്ലെങ്കിൽ റിവ്യൂസ് പെട്ടെന്ന് നോക്കിയിട്ടായിരിക്കും ഒരു സിനിമയിലേക്ക് പോകുന്നത്. അപ്പം അത്തരത്തിൽ നോക്കുമ്പോൾ A സർട്ടിഫിക്കറ്റ് ആണ്, അത്ര വലിയ റിവ്യൂ ഒന്നും ഇല്ല, അപ്പോൾ പോകണമെന്നുള്ളൊരു ആശങ്ക എല്ലാവരെയും പോലെ എൻ്റെ മനസ്സിലുണ്ടാവും. അപ്പം അതുകൊണ്ടാണ് എന്തായാലും ഇപ്പം ചേച്ചിയുടെയും അഞ്ജനയുടെയും ഒക്കെ വാക്കുകൾ കേട്ട് എന്നെ പോലെ ഒരുപാട് ആൾക്കാരുടെ മനസ്സ് മാറിയിട്ടുണ്ട്. മനസ്സെന്ന് വെച്ചാൽ ഇതൊരു കേരളത്തിൽ ഇറങ്ങിയ ഏറ്റവും നല്ല സിനിമയാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഈ കേരളത്തിൽ ഇറങ്ങിയ ഏറ്റവും
വ്യത്യസ്തവും സത്യസന്ധവുമായിട്ടൊരു സിനിമയാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. പ്രത്യേകിച്ച് ഇത് സ്ത്രീപക്ഷ സിനിമയാണ്. സ്ത്രീകൾക്ക്, മുതിർന്ന സ്ത്രീകൾക്കാണ് ഇതിൻ്റെ തമാശയും ഒക്കെ മനസ്സിലാവുക. പുരുഷന്മാർ പേടിക്കും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പുരുഷന്മാർക്ക് ഈ റിവ്യൂ 1 സ്റ്റാറേ കൊടുക്കാൻ പറ്റൂ, സ്ത്രീകൾ കണ്ടാൽ 4 കൊടുക്കും. അതാണ് എൻ്റെ കാര്യം. അപ്പോൾ ഒരുപാട് സ്ത്രീകൾ ഇനിയും തിയേറ്ററിലേക്ക് ചെല്ലട്ടെ എന്ന് പ്രതീക്ഷിക്കുക. ഇത്രയും സമയം ഞങ്ങളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി പാർവതി ചേച്ചി, അർച്ചന.